ഹായ് ഫ്രണ്ട്സ്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ തിന്മ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ അറിവില്ലായ്മയാണെന്ന് ഞാൻ പറയും. ഒരു മനുഷ്യൻ്റെ അറിവില്ലായ്മയാണ് അവനെ ബാധിക്കുന്ന ഏറ്റവും വലിയൊരു തിന്മ. അറിവില്ലായ്മ മൂലമാണ് പല തെറ്റുകളിലേക്കും മനുഷ്യൻ ചെന്ന് ചാടുന്നത്. അറിവില്ലായ്മയാണ് അവൻ്റെ ജീവിതത്തിൽ അവനെ പരാജയപ്പെടുത്തുന്നത്. ഞാൻ തന്നെ പല വീഡിയോസ് ഇടുമ്പോൾ നിരവധി നെഗറ്റീവ്സ് കമൻറ്റ് വരാറുണ്ട്. ഒന്നിനും ഞാൻ പ്രതികരിക്കുകയെ അല്ലെങ്കിൽ നിങ്ങൾ പറയണത് ശരിയല്ല, അതാണ് ഇതാണെന്ന് പറയില്ല. എല്ലാ നെഗറ്റീവ്സ് കമൻറ്റിനും ഞാൻ ലൈക്ക് അടിച്ചു പോകും. കാരണം അവരെനിക്കെതിരെ പറയണമെങ്കിൽ അത് അവരുടെ അറിവില്ലായ്മയെന്ന് മാത്രമേ കാണണം. കാരണം ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും എൻ്റെ അറിവിൽ നിന്നുള്ള കാര്യങ്ങളാണ് പറയണത്. അത് എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരാൾക്ക് അത് അവരുടെ അറിവില്ലായ്മ മാത്രമോ. ഇപ്പോൾ ഞാൻ ഒരു വീഡിയോയിൽ നെഗറ്റീവ് എനർജിനെ റിമൂവ് ആക്കാനായിട്ട് കല്ലുപ്പിന് കഴിയും എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടാൽ എത്രയധികം ആൾക്കാരാണ് കളിയാക്കിക്കൊണ്ട് കമൻറ്റ് ഇട്ടേക്കുന്നത്. അവരുടെ അറിവില്ലായ്മയാണ്. പക്ഷേ അതിൻ്റെ എക്സ്പീരിയൻസ് ഉള്ള പലരും വന്നിട്ട്, അത് ഞാനിത് പറയുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ച് അറിയാവുന്ന വളരെ റെയറായിട്ടുള്ള ചില ആൾക്കാർ വന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ട്, ഇത് പറഞ്ഞ കാര്യം യാഥാർത്ഥ്യമാണെന്നുള്ളത്. കാരണം ഉപ്പിന് വളരെയധികം ക്വാളിറ്റികളുണ്ട്. നമ്മളുടെ ശരീരത്തിലുള്ള ബാഡ് എനർജിയാണ് ഈ വലിക്കണം. നമ്മളുടെ മനസ്സിൽ ചിന്താഗതിയിൽ നിന്നും എല്ലാം നമ്മുടെ ഫിസിക്കൽ ബോഡിയിൽ ബാഡ് എനർജി വരും. ജീവനുള്ള ഒരു മനുഷ്യൻ എവിടെയുണ്ട് അവിടെയൊക്കെയാണ് ഈ ബാഡ് എനർജി, നെഗറ്റീവ് എനർജി വന്നത്. അപ്പോൾ ഒരു പിടി കല്ലുപ്പ് ബൗളിൽ ഇട്ടിട്ട് ആ കല്ലുപ്പിൻ്റെ ലെവലിൽ വെള്ളം മുങ്ങി നിൽക്കണം. ആ രീതിയിൽ ഒരെണ്ണം ബെഡ്റൂമിലും ഒരെണ്ണം നമുക്ക് ഹാളിലും വെക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ വീട്ടിൽ ഉള്ള പല മനുഷ്യരിലും അവൻ്റെ ചിന്തകളിൽ നിന്നും അല്ലെങ്കിൽ ഫിസിക്കൽ ബോഡിയിൽ നിന്നൊക്കെയുള്ള കുറേ ടോക്സിൻസ് അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി ഈ ഉപ്പ് വായുവിലൂടെ വലിക്കുക എന്നുള്ളത്. അങ്ങനെയാണ് നമ്മളുടെ ബാഡ് എനർജി അവിടെ റിക്കവർ ചെയ്യണം എന്ന് കരുതി അയാളുടെ ജീവിതത്തിലുള്ള സകലമായ നെഗറ്റീവ് എനർജിയും പോകുന്നില്ല. അതായത് തൽക്കാലം കുറച്ച് റിമൂവ് ചെയ്യുന്നത് ഗുണം ചെയ്യും. അപ്പോൾ അത് ചെയ്തു നോക്കിയാൽ അതിൻ്റെ ബെനിഫിറ്റ് മനസ്സിലാവും. അപ്പോൾ അതിന് കുറേ അധികം കടലിൻ്റെ അകത്ത് ജീവിച്ചാൽ മതി, കടലിൽ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് പല കമൻറ്റ് ആൾക്കാരുണ്ട്. പക്ഷേ അറിവില്ലായ്മയാണ് അവരുടെ അറിവില്ലായ്മയാണ്. ഇപ്പം ഞാൻ എൻ്റെ ജീവിതത്തിലുള്ള എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് ഞാൻ കൂടുതലും വീഡിയോസിൽ പറയുന്നത്. അതിൽ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പോയ ആൾക്കാർക്ക് മാത്രമേ അത് ശരിയാണ് എന്ന് ബോധ്യപ്പെടുള്ളൂ. അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ലാത്തവർ പുറമേ നിന്ന് ജഡ്ജ് ചെയ്യുമ്പോൾ, ഇപ്പം ഞാനെന്നല്ല ഈ ലോകത്ത് ആര് പറഞ്ഞാലും പുറമേ നിന്ന് ജഡ്ജ് ചെയ്യുമ്പോൾ നമ്മൾ പറയണത് പലതും തെറ്റാണെന്ന് അവർക്ക് തോന്നും. നമ്മൾ പറയുന്ന എല്ലാ ശരികളും മറ്റുള്ളവർക്ക് ശരിയാണെന്ന് തോന്നണമെന്നില്ല. അത് അവരുടെ കാഴ്ചപ്പാടിൽ വരുമ്പോൾ ചിലപ്പോൾ അത് തെറ്റാണെന്ന് തോന്നും. അപ്പം ശരിക്കും പറഞ്ഞാൽ അറിവില്ലായ്മയാണ് ഏറ്റവും വലിയ തിന്മ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം ഇപ്പം ഞാൻ പറഞ്ഞത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. പക്ഷെ ജീവിതത്തിൽ നമ്മൾ ഒരാളോട് വഴക്കടിക്കണതും, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ പ്രശ്നങ്ങൾ വരുന്നതും, അല്ലെങ്കിൽ ബിസിനസ്സിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ബിസിനസ് കസ്റ്റമേഴ്സായിട്ട് പ്രശ്നം വരുന്നത്, അല്ലെങ്കിൽ വേറെ എല്ലാം വരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്, തെറ്റിദ്ധാരണ, അതൊരു അറിവില്ലായ്മയാണ്. അങ്ങനെയുള്ള നിരവധിയായ അറിവില്ലായ്മയാണ് വലിയ തിന്മകളിലേക്ക് മനുഷ്യനെ നയിക്കണം. നമുക്ക് ജീവിതത്തിൽ നമ്മളെന്താണെന്നും നമ്മൾ ആരാണെന്നും നമ്മളുടെ പവർ എന്താണെന്നുള്ളൊരു അറിവ് കിട്ടിക്കഴിയുമ്പോൾ മാത്രമാണ് നമ്മൾ ശരിക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങുക. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഭൂരിപക്ഷം മനുഷ്യരും ഭൂമിയിൽ ജീവിക്കണില്ലെന്നുള്ളതാണ്. കാരണം ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ തൊട്ട് അവൻ പണം ഉണ്ടാക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യം വെച്ചിട്ട് പഠിക്കുന്നു. വിദ്യാഭ്യാസം ഇമ്പോർട്ടൻ്റാണ്. പക്ഷേ വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ നമുക്ക് ജീവിതത്തിൽ സാമ്പത്തിക വളർച്ച ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഒരു അറിവില്ലായ്മ ഭൂരിപക്ഷം മനുഷ്യർക്കുള്ള. നന്നായിട്ട് പഠിച്ചാലും നല്ല ജോലി കിട്ടും, അപ്പോൾ കൂടുതൽ വരുമാനം ഉണ്ടാക്കുക എന്നുള്ളൊരു തെറ്റിദ്ധാരണ. ആ ഒരു തെറ്റിദ്ധാരണയിൽ പഠിക്കുന്നു. പഠിച്ചതിന് ശേഷം അവൻ്റെ റേഞ്ചിലുള്ള ജോലി കിട്ടുന്നു. ആ ജോലിയിൽ അവൻ സാമ്പത്തിക വളർച്ച ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അവൻ ആ ജോലി ചിലപ്പോൾ സംതൃപ്തനായിരിക്കില്ല. അങ്ങനെ ഉണ്ടാക്കുന്ന കാശ് മുഴുവനും അവൻ ടെൻഷൻ അടിച്ചുണ്ടാക്കുന്നു. ഓവറായിട്ടുള്ള ഹാർഡ് വർക്ക്, ഓവറായിട്ടുള്ള ടെൻഷനും അവനെ പല രോഗങ്ങൾക്കും കാരണമാക്കുന്നു. അങ്ങനെ രോഗത്തിന് ചികിത്സിക്കാനായിരിക്കും അവൻ്റെ സമ്പാദ്യം മുഴുവൻ അവസാനമായിട്ട് പറ്റണം. അവൻ ജീവിതം ആസ്വദിക്കാണ്ട് അവൻ മരിക്കുന്നു. ഒരു ഏജ് കഴിഞ്ഞാൽ പിന്നെ വയസ്സാം കാലഘട്ടത്തിൽ ആരുടെ സഹായമില്ലാണ്ട് ജീവിക്കാനുള്ള സമ്പാദ്യത്തിനാണ് ആൾക്കാരുടെ മെൻറ്റാലിറ്റി പോണത്. ഇതെല്ലാം വലിയൊരു അറിവില്ലായ്മയാണ്. ഈ അറിവില്ലായ്മ കൊണ്ട് അവനവന് വേണ്ടി ജീവിക്കില്ല. മക്കൾക്ക് വേണ്ടി ജീവിക്കണം. അതിനൊരു പീരീഡ് ഉണ്ട്. അത് കഴിഞ്ഞ് മക്കളുടെ വഴിക്ക് വിടണം. ആദ്യം അവനവനെ സ്നേഹിക്കുകയും അതിനുശേഷം മറ്റുള്ളവരെ സ്നേഹിക്കുകയും ചെയ്യണതാണ് ഏറ്റവും വലിയൊരു ശരിയായ റൂട്ടെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നിരവധിയായ അറിവില്ലായ്മകൾ നമ്മളുടെ ജീവിതത്തിൽ ഉടനീളം പോയിട്ട് ആ അറിവില്ലായ്മയിൽ ജീവിക്കുമ്പോഴാണ് നമ്മൾ ഒരിക്കലും ഈ ഭൂമിയിൽ ശരിയായ രീതിയിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പോകണം.
നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മളായിരിക്കുന്ന അവസ്ഥയിലുള്ള കുറവുകളും പോരായ്മയും എന്തൊക്കെയുള്ളത്, അതിൽ നമ്മൾ എന്തെല്ലാം പോസിറ്റീവ് കണ്ടെത്താം, അല്ലെങ്കിൽ എന്തെല്ലാം തരത്തിൽ നമുക്ക് ജീവിതം ആസ്വദിക്കാം, അങ്ങനെ നമ്മൾ ജീവിക്കാൻ നോക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു ജീവിതം മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആളാണ്. അതിനാദ്യം നമ്മളുടെ പവർ എന്താണെന്നും നമ്മളുടെ കഴിവ് എന്താണെന്നും അതെല്ലാം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഒരു വ്യക്തി അവനവൻ്റെ പവർ എന്താണെന്ന് മനസ്സിലാക്കാണ്ട് ജീവിച്ച് മരിക്കുന്ന ഒരു സിസ്റ്റം. ലോകപ്രശസ്ത മനഃശാസ്ത്രജ്ഞൻ വിൻസെൻ്റ് പീൽ പറയുന്നത്, ഒരു മനുഷ്യൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവറിന്, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ പവറിന് ഒരു നഗരം മുഴുവൻ കത്തിച്ച് കളയാനുള്ള എനർജി ഉണ്ടെന്നാണ് പറയണം. മീൻസ് അതിൻ്റെ പ്രകരശേഷി അല്ലെങ്കിൽ ഡെപ്ത്, പവറിൻ്റെ ഡെപ്ത് മനസ്സിലാക്കി തരാനാണ് അദ്ദേഹം അങ്ങനെ ഒരു വേർഡ് ഉപയോഗിച്ചത്. അത്രയും പവറുള്ള ഒരു മനുഷ്യൻ്റെ പവർ അതിൻ്റെ പോയിന്റ് 1 പോലും ഉപയോഗിക്കാൻ അറിയില്ലാണ്ടാണ് ഒരു മനുഷ്യൻ ജീവിച്ചു പഠിക്കുന്നത്. അത് ഏറ്റവും വലിയൊരു അറിവില്ലായ്മയാണ്. ഞാനതുകൊണ്ടാണ് പറഞ്ഞ അറിവില്ലായ്മയാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ തിന്മ, ഏറ്റവും വലിയ തെറ്റ്. കാരണം നമ്മൾ ആരാണെന്ന് അറിയാണ്ട്, നമ്മളുടെ പവർ എന്താണെന്ന് അറിയാണ്ട്, നമ്മൾ പാരമ്പര്യത്തിൽ നിന്നും മതത്തിൽ നിന്നും അല്ലെങ്കിൽ സംസ്കാരത്തിൽ നിന്നും നമ്മൾ പഠിച്ചതും അനുഭവിച്ചുള്ള കുറേ ഇതിൽ നിന്നും നമ്മൾ ഇതൊക്കെയാണ് ശരി, ഇതാണ് ഞാൻ, ഇതാണ് എൻ്റെ ജീവിതം, എനിക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ, എൻ്റെ സാഹചര്യങ്ങൾ ഇതൊക്കെയാണ്, ഇതിനപ്പുറത്തേക്ക് എനിക്ക് പറ്റൂല, എനിക്കിത്ര വിദ്യാഭ്യാസമുള്ളൂ, ഇത്ര വരുമാനമുള്ളൂ, നമുക്ക് ഇത്രയൊക്കെ ചിന്തിക്കാൻ പാടുള്ളൂ, നമുക്ക് ഇത്രയൊക്കെ ആഗ്രഹിക്കാൻ പാടുള്ളൂ, ഇങ്ങനെയൊക്കെയുള്ള ഒരു തെറ്റായ ഒരു സിസ്റ്റത്തിൽ ശരിയായ അവൻ്റെ പവർ ഉപയോഗിക്കപ്പെടാൻ പറ്റാണ്ട് ജീവിക്കുന്നൊരു അവസ്ഥ. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ ഓവർകം ചെയ്യണം. നമ്മുടെ പവർ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ ഉപയോഗിക്കുന്ന രീതിയിലാവുമ്പോൾ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നുള്ളതാണ്. സക്സസ് ആകാനായിട്ട് വിദ്യാഭ്യാസം വേണമെന്നില്ല, മുൻപരിചയം വേണമെന്നില്ല, പണം വേണമെന്നില്ല, ഒരു സാധനം വേണ്ട. നമ്മളുടെ പവറിന് ഉപയോഗിക്കാൻ പഠിച്ചാൽ മാത്രം മതി. അപ്പം നിങ്ങളുടെ പവർ എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും വലിയ അറിവ് സമ്പാദിക്കാൻ പറ്റും. ആ അറിവ് നിങ്ങളുടെ ജീവിതം സക്സസ് ആകുന്ന രീതിയിൽ, അത് ദുഃഖവും സന്തോഷവും നടന്ന ലൈഫ്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരും, ദുഃഖങ്ങൾ വരും. അല്ലാണ്ട് നമ്മൾ സക്സസ്സും പറഞ്ഞ് എപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്നത് മാത്രമല്ല ലൈഫ്. പക്ഷെ ആ ദുഃഖവും പ്രശ്നങ്ങൾ വരുമ്പോൾ അത് നമ്മളെ തലയിൽ കയറി നമ്മളെ ജീവിതം തകർക്കണ രീതിയിലാകാണ്ട് നമ്മളതിനെയൊക്കെ മാനേജ് ചെയ്ത് ഓവർകം ചെയ്ത് നമ്മളുടെ സന്തോഷം കണ്ടെത്തിക്കൊണ്ട് നമ്മളുടെ ജീവൻ തകർക്കണ രീതിയിൽ നമ്മുടെ പ്രശ്നങ്ങൾ വരാണ്ട് അതിനെ മാനേജ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണമാണ് ഏറ്റവും വലിയ സക്സസ്. ഇന്ന് വലിയ സമ്പന്നരായിട്ടുള്ള ആൾക്കാർ എടുത്ത് നോക്കും. ഇപ്പം നമ്മുടെ യൂസഫ് അലി സാറിനെ ഒന്ന് എടുത്ത് നോക്കി. പല ജില്ലകളിൽ അദ്ദേഹത്തിന് ഷോപ്പിംഗ് മാളുണ്ട്. ദുബായിലുണ്ട്, കോഴിക്കോട്, തിരുവനന്തപുരം, അല്ലെങ്കിൽ കൊച്ചി, കോഴിക്കോട് ഉണ്ടാകുന്ന ഓർക്കണം, എന്തായാലും പല സ്ഥലങ്ങളിലുണ്ട്. ഇവിടെ ഇത്രയും സ്റ്റാഫുണ്ട്. ഇതെല്ലാം മാനേജ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാപനത്തിൽ ഒരു കുഴപ്പമില്ലെന്ന് വിചാരിക്കേണ്ട. നിരവധിയായ പ്രശ്നങ്ങൾ, കംപ്ലയിൻസും ഒക്കെ ഇതിനകത്ത് വന്നുണ്ടാവും. പക്ഷെ അതൊന്നും യൂസഫ് അലി സാറിൻ്റെ മനസ്സിനെ ബാധിക്കില്ല, അതൊന്നും പുള്ളിയുടെ ജീവിതത്തിനെ തകർക്കില്ല. കാരണം അതെല്ലാം മാനേജ് ചെയ്യാൻ തക്ക പവർഫുൾ ആണ് പുള്ളി. അത്രയും പുള്ളിയുടെ പവറിനെ ഉപയോഗിച്ചുകൊണ്ടാണ് പുള്ളി ഇത്രയും വലിയ വിജയത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം പുറകോട്ടടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും സീറോയിൽ എന്ന് വെച്ചാൽ ഒരു സാധാരണ ഒരാളായിരുന്നു. അപ്പോൾ എല്ലാ മനുഷ്യരും അസാധാരണ മനുഷ്യരാണ്, അസാധാരണ പവർ ഉള്ളവരാണ് എല്ലാ വ്യക്തികളും. പക്ഷെ ആ പവറിനെ കണ്ടെത്തി ഉപയോഗിക്കപ്പെടുന്ന ആൾക്കാരിൽ വലിയ വിജയങ്ങളുണ്ടാവും. അപ്പോൾ ഏതൊരാൾക്കും വലിയ വിജയങ്ങൾ നേടാൻ കഴിയും. പക്ഷേ അറിവില്ലായ്മ എന്ന് പറയുന്ന തിന്മ, അത് നമ്മൾ ഇല്ലാണ്ടാക്കാൻ ഇടവരരുത്. അതുകൊണ്ട് ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ റീതിങ്ക് ചെയ്യുക, അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയിട്ട് ജീവിതത്തിൽ അതെല്ലാം പ്രാക്ടിക്കലാക്കാൻ ശ്രമിക്കുക. എൻ്റെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.